നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിഗ്നൽസ് ആണ്. അതിൽ കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് ആണ് ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ലെക്ചറിൽ എനർജി ആൻഡ് പവർ സിഗ്നൽസ്, പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ്, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗ്നൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ എന്താണ് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ കോസൽ സിഗ്നലിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ സിഗ്നൽ x of t is said to be causal if x of t equal to 0 for t less than 0. So ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിഗ്നൽസിനെ നമ്മൾ കോസൽ സിഗ്നൽ എന്ന് വിളിക്കും. A signal x of t is said to be causal if x of t value equal to 0 for t less than 0. ഇങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ കോസൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇവിടെ x of t ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. സിമിലർലി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ നമുക്ക് സെയിം കണ്ടീഷൻ തന്നെ പറയാം. എ സിഗ്നൽ x of n is said to be causal if x of n is equal to 0 for n less than 0. സോ ഈ ടൈപ്പ് സിഗ്നൽസിനെയാണ് നമ്മൾ കോസൽ സിഗ്നൽസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് അതർവൈസ് നമുക്ക് പറയാം ദേ ആർ നോൺ കോസൽ സിഗ്നൽസ്. അതർവൈസ് they are called as non causal signals. So നോൺ കോസലിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? നോൺ കോസൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഇപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടുന്നില്ലെങ്കിൽ, നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത് ടി ലെസ് ദാൻ 0 എങ്കിൽ, സോ നമുക്ക് പറയാം സച്ച് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആർ നോൺ ആസ് നോൺ കോസൽ സിഗ്നൽസ്. സോ കോസാലിറ്റിയുടെ കണ്ടീഷൻ പഠിക്കുക. അത് അല്ലാതെ വരുന്ന സിഗ്നൽസ് എല്ലാം നോൺ കോസൽ സിഗ്നൽസ് ആണ്. ഇനി ചില ടൈപ്പ് ഓഫ് സിഗ്നൽസിനെ നമ്മൾ ആൻറ്റി കോസൽ സിഗ്നൽസ് എന്ന് വിളിക്കും. സോ അതുകൂടെ നോക്കാം. എ സിഗ്നൽ ഈസ് സെഡ് ടു ബി ആൻറ്റി കോസൽ. A signal is said to be anti-causal. A signal is said to be anti-causal. ഈ സിഗ്നലിനെ, ഈ നോൺ കോസൽ സിഗ്നൽസിനെ നമ്മൾ ചില സമയത്ത് ആൻറ്റി കോസൽ സിഗ്നൽസ് എന്ന് വിളിക്കും. സോ അത് ആൻറ്റി കോസൽ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എക്സ് ഓഫ് ടി വാല്യൂ ഈക്വൽ ടു 0 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. സോ അങ്ങനെയുള്ള നോൺ കോസൽ സിഗ്നൽസിനെ നമ്മൾ ആൻറ്റി കോസൽ എന്നും പറയും. സോ ദേ ആർ നോൺ ആസ് ആൻറ്റി കോസൽ അല്ലെങ്കിൽ നോൺ കോസൽ. ഇത് നോൺ കോസൽ തന്നെയാണ്, ഈ ഒരു കണ്ടീഷൻ നോൺ കോസൽ സിഗ്നലിൻ്റെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ നോൺ കോസൽ സിഗ്നൽസിനെ നമ്മൾ ആൻറ്റി കോസൽ എന്നും വിളിക്കും. സോ ആൻറ്റി കോസൽ ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ചെക്ക് വെദർ ഇറ്റ് ഈസ് കോസൽ ഓർ നോൺ കോസൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് കോസൽ ആണോ നോൺ കോസൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാം. ആൻറ്റി കോസൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. എക്സ് ഓഫ് ടിയുടെ വാല്യൂ 0 ആവണം ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ഇതാണ് കണ്ടിന്യൂസിൻ്റെ കേസിലുള്ള കണ്ടീഷൻസാണ് നമ്മൾ പറഞ്ഞത്. സിമിലർലി നമുക്ക് ഇതേ കണ്ടീഷൻസ് തന്നെ ഡിസ്ക്രീറ്റിൻ്റെ കേസിലും പറയാം. സിമിലർലി നമുക്ക് പറയാം കോസൽ ആവണമുള്ള കണ്ടീഷൻ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കണം ഫോർ n ലെസ് ദാൻ 0. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ കോസാലിറ്റി അല്ലെങ്കിൽ കോസൽ സിഗ്നൽ. സോ എക്സ് ഓഫ് n ഷുഡ് ബി 0 ഫോർ n ലെസ് ദാൻ 0 ആൻഡ് ഇഫ് എക്സ് ഓഫ് n വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0 ദേ ആർ നോൺ ആസ് നോൺ കോസൽ സിഗ്നൽസ്. അതിനെ നമുക്ക് നോൺ കോസൽ സിഗ്നൽസ് എന്ന് പറയാം. ഇനി ഈ ഒരു കേസിൽ തന്നെ ആൻറ്റി കോസൽ ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ നമുക്കറിയാം. എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആവണം ഫോർ n ഗ്രേറ്റർ ദാൻ 0. സോ ഇത് നമ്മൾ ആൻറ്റി കോസൽ ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ്. സോ നമ്മൾ കോസാലിറ്റി എന്താണ്, നോൺ കോസൽ സിഗ്നൽസ് എന്താണ്, അതിൽ തന്നെ ആൻറ്റി കോസൽ എന്താണെന്നുള്ള ഒരു പർട്ടിക്കുലർ കണ്ടീഷനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇങ്ങനെ ആയിരിക്കും: ചെക്ക് വെദർ ദ ഗിവൺ സിഗ്നൽസ് ആർ. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കാം: ചെക്ക് വെദർ the following signals are
check whether the following signals are causal. Following signals are causal or non-causal. സോ ഇവിടെ ആൻറ്റി കോസൽ എന്ന് ചോദിക്കുന്നില്ല, കോസൽ ഓർ നോൺ കോസൽ എന്ന് ചോദിക്കുന്നുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫസ്റ്റ് സിഗ്നൽ തരുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ റൈസ് ടു 2t u ഓഫ് മൈനസ് ടി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ നമുക്കിത് കോസലാണോ നോൺ കോസലാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ ഞാനിവിടെ ടിക്ക് ലെസ് ദാൻ 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുവാണ്. ഫോർ എക്സാമ്പിൾ ടി ലെസ് ദാൻ 0 മീൻസ് ഞാൻ ടിക്ക് -1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ 4t ഈസ് ഈക്വൽ ടു -1. സോ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷനകത്ത് ടിക്ക് -1 കൊടുക്കുമ്പോൾ ഇ ഇൻറ്റു ടി റേസ് ടു 2 ഇൻറ്റു ടി ഇൻറ്റു -1 u ഓഫ് 1 എന്ന് കിട്ടും. സോ നമുക്കിവിടെ നമ്മുടെ എക്സാമ്പിളിനകത്ത് ഇ റേസ് ടു 2t u ഓഫ് -t ആണ്. ഞാൻ ടിക്ക് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ റേസ് ടു 2 ഇൻറ്റു -1 u ഓഫ് -1 കൊടുക്കുമ്പോൾ u ഓഫ് -1 ദാറ്റ് ഈസ് u ഓഫ് +1. u ഓഫ് +1 എന്ന് പറയുന്നത് നമുക്കറിയാം u ഓഫ് ടിയുടെ വാല്യൂ 1 ആവുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ വിച്ച് മീൻസ് u ഓഫ് 1 u ഓഫ് 2 എല്ലാ വാല്യൂസും 1 ആണ്. സോ u ഓഫ് 1 1 ആണ്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ നമുക്ക് പറയാം എക്സ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. സോ ദിസ് സിഗ്നൽ ഈസ് നോൺ കോസൽ. സോ ഇതൊരു നോൺ കോസൽ സിഗ്നൽ ആണ്. ഇതിൻ്റെ വാല്യൂ 0 ആവുന്നില്ല. ടി ലെസ് ദാൻ വാല്യൂസിന് ഇതിൻ്റെ വാല്യൂ 0 ആവുന്നില്ല. സോ ദിസ് ഈസ് നോൺ കോസൽ സിഗ്നൽ. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2t ഇൻറ്റു യു ഓഫ് ടി -1. സിമിലർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. സോ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ ടി ലെസ് ദാൻ 0 വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിളായിട്ട് ടി ഈസ് ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ഇൻറ്റു -1 യു ഓഫ് -1 ടിക്ക് -1 കൊടുക്കുമ്പോൾ യു ഓഫ് -1 യു ഓഫ് -2 ആണ് കിട്ടുന്നത്. യു ഓഫ് -2 നമുക്കറിയാം യു ഓഫ് -2 യുവിൻ്റെ എല്ലാ നെഗറ്റീവ് വാല്യൂസും ആൻസർ 0 ആയിരിക്കും. യു ഓഫ് -1 ആയാലും -2 ആയാലും -ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഈ ഒരു വാല്യൂ 0 ആണ്. സോ 0 ഇൻറ്റു ഇ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 0 തന്നെ കിട്ടും. സോ നമ്മൾ -2 ഇട്ട് കൊടുത്താലും ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്കിവിടെ യു വാല്യൂ 0 ആയിട്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം ഫോർ ടി ലെസ് ദാൻ 0 എക്സ് ഓഫ് ടി ഈക്വൽ ടു 0. സോ ദിസ് സിഗ്നൽ ഈസ് എ കോസൽ സിഗ്നൽ. സോ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒരു കോസൽ സിഗ്നലിന് എക്സാമ്പിളാണ്. ദെൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഡിസ്ക്രീറ്റ് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു u ഓഫ് n+4 മൈനസ് u ഓഫ് n-2. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റിനകത്ത് ഞാൻ n<0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ്. n ഈസ് ഈക്വൽ ടു -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇവിടെ എന്നിന് -1 കൊടുക്കുമ്പോൾ u ഓഫ് -1+4 മൈനസ് u ഓഫ് -1-2 വിച്ച് ഈസ് ഈക്വൽ ടു u ഓഫ് 3 എന്നാണ് കിട്ടുന്നത്. ഇവിടെ u ഓഫ് -3 എന്നാണ് കിട്ടുന്നത്. u ഓഫ് 3 എന്ന് പറയുന്നത് യുവിൻ്റെ 0 മുതൽ 0, 1, u ഓഫ് 2, u ഓഫ് 3 എല്ലാ വാല്യൂസും 1 ആണ്. സോ ഇത് 1 ആണ്. മൈനസ് u ഓഫ് -3 എന്ന് പറയുന്നത് 0 ആണ്. യുവിൻ്റെ നെഗറ്റീവ് വാല്യൂസ് എല്ലാം 0 ആണ്. സോ ആൻസർ 1 ആയിട്ടാണ് നമുക്ക് -1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. നമുക്ക് ആൻസർ നമുക്ക് അതിനും ഈസി ആയിട്ട് പറയാം. ഫോർ n ലെസ് ദാൻ 0 എക്സ് ഓഫ് n ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ഓൾസോ എ നോൺ കോസൽ സിഗ്നൽ. സോ നമുക്ക് ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു u ഓഫ് n പ്ലസ് u ഓഫ് n+4 മൈനസ് u ഓഫ് n-2 ഈസ് എ നോൺ കോസൽ സിഗ്നൽ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു
u of minus n. x of n is equal to u of minus n. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം n-ന് ലെസ് ദാൻ 0 വാല്യൂസ്. ഫോർ എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു -1. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x of n ഈസ് ഈക്വൽ ടു u ഓഫ് -1. n-ന് -1 കൊടുക്കുമ്പോൾ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ ഇറ്റ് വിൽ ബിക്കം u ഓഫ് 1. സോ ഇത് നമുക്ക് u ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെയും എനിക്ക് കിട്ടുന്നത് x of n നോട്ട് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. സോ ഇത് നോൺ കോസൽ ആണ്. ഈ സിഗ്നൽ നോൺ കോസൽ ആണ്. പക്ഷേ ഈ സിഗ്നലിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഇത് ആൻറ്റി കോസലുമാണ്. സോ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇത് ആൻറ്റി കോസലാണെന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ അതും പ്രൂവ് ചെയ്യാം. കാരണം ആൻറ്റി കോസലിൻ്റെ കണ്ടീഷൻ എന്താണ്? ആൻറ്റി കോസലിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ആൻറ്റി കോസൽ ആവണമെങ്കിൽ എക്സ് ഓഫ് എൻ വാല്യൂ ഈക്വൽ ടു 0 ഫോർ n ഗ്രേറ്റർ ദാൻ 0. n-ൻ്റെ ഗ്രേറ്റർ ദാൻ 0 വാല്യൂസിൽ. സോ നമുക്കിവിടെ ഒരു n ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷനോട് ചെക്ക് ചെയ്ത് നോക്കാം. n ഗ്രേറ്റർ ദാൻ 0, ഫോർ എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു 1. n-ന് 1 കൊടുക്കുകയാണെങ്കിൽ ഈ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ u ഓഫ് n-ന് 1 ആണ്. 1ഓ 2ഓ ഏത് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വാല്യൂസ് ഏത് കൊടുത്താലും ഇവിടെ നമുക്ക് കിട്ടുന്നത് n-ന് 1 കൊടുക്കുമ്പോൾ u ഓഫ് -1 ആണ്. ഇനി 2 കൊടുത്താൽ u ഓഫ് -2 കിട്ടും. 3 കൊടുത്താൽ u ഓഫ് -3 കിട്ടും. ഇൻഫിനിറ്റി കൊടുത്താൽ u ഓഫ് -ഇൻഫിനിറ്റി കിട്ടും. സോ ഇതിൻ്റെ എല്ലാം ആൻസർ 0 ആണ്. സോ നമുക്ക് പറയാം എക്സ് ഓഫ് n ഈക്വൽ ടു 0 ഫോർ n ഗ്രേറ്റർ ദാൻ 0. സോ ദിസ് സിഗ്നൽ ഈസ് ആൻറ്റി കോസൽ. നോൺ കോസൽ ആണ്, അതോടൊപ്പം ഇത് ആൻറ്റി കോസലുമാണ്. സോ ആൻറ്റി കോസലിൻ്റെ കണ്ടീഷനും ഈ ഒരു സിഗ്നൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ദെൻ മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. ഒരു കൊസൈൻ സിഗ്നൽ നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് 2t. സോ ഇവിടെ നമ്മൾ t ലെസ് ദാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഓഫ് -1, ഫോർ എക്സാമ്പിൾ t ഈസ് ഈക്വൽ ടു -1 കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് -1 എന്ന് പറയുന്നത് കോസ് 2 ഇൻറ്റു -1. സോ ദിസ് ഈസ് നെവർ ഈക്വൽ ടു 0. ഇതിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവത്തില്ല. സോ ദിസ് ഈസ് ഓൾസോ നോൺ കോസൽ. ഇതിൻ്റെ റീസൺ എഴുതിക്കണം. എക്സ് ഓഫ് n നോട്ട് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. കോസൽ അല്ലാത്തതിൻ്റെ കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്നത്. കോസൽ ആവണമെങ്കിൽ ആ വാല്യൂ 0 ആവണം. സിൻസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, n ലെസ് ദാൻ 0. സോ ഇവിടെ ഒരു സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം n ലെസ് ദാൻ 0യിൽ ഒരു സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാല്യൂ 0 ആവുന്നില്ല. സോ ദിസ് ഈസ് എ നോൺ കോസൽ സിഗ്നൽ. ഇതുപോലെ തന്നെ നമ്മൾ സിസ്റ്റം ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് സിസ്റ്റമാണ്. നമ്മൾ സിഗ്നൽസ് പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സിസ്റ്റം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻസ്. സോ ഇതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത ലെക്ചറിൽ പഠിക്കാനുള്ളത്. അതിലും നമ്മൾ കോസൽ സിസ്റ്റം, നോൺ കോസൽ സിസ്റ്റം ഒക്കെ പഠിക്കുന്നുണ്ട്. സോ അടുത്ത ലെക്ചറിൽ നമ്മൾ സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.